നമുക്ക് തന്നെ പല രീതിയിൽ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ വൈകിയ വേളയിൽ വൃത്തവും അലങ്കാരവുമുള്ള കവിതയും കടങ്കഥകളും ആകാശം കാട്ടിയാണിന്ന് സൗഹൃദമില്ല ഇന്ന് മത്സരമാണ്. വേണമെനിക്കൊരടി. എന്റെ കൈകളുടെ മറയിൽ കഞ്ഞിയും പുഴുക്കും വിതരണം ചെയ്യുന്നുണ്ട്. അതിനുള്ള ടോക്കൺ മുന്നിലുള്ള കൗണ്ടറിൽ നിന്ന് വാങ്ങാം. ശേഷം ഏറെ രുചികരമായ സ്വാദിഷ്ടമായ ചേനപ്പായസം അണിയറയിൽ നമുക്ക് ദോഷം ചെയ്യുമ്പോൾ പിന്നെ ഇവർ അവകാശപ്പെട്ടത് എന്താണ്? ഇതിന് കീടനാശിനി അവര് കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പേ ഇവിടെ ഉള്ളതല്ല, അതിനേക്കാളും മുമ്പേ ഉള്ളതാണ്. അവർക്ക് പെട്ടെന്ന് ഇതിലേക്ക് അതിജീവിക്കാൻ. അപ്പൊ ഈ ജീൻ കൊണ്ടുള്ള പ്രയോജനമല്ല ഈ സൂപ്പർ വീഡ്സ് അല്ലെങ്കിൽ അതികളകളും അതിനീകരണത്തിൽ ഇത്തരം അപകടങ്ങൾ മാത്രമല്ല കൃഷിക്കാർക്ക് വലിയ ചെലവുണ്ടാക്കുന്ന ഒരു കൃഷി സമ്പ്രദായത്തിലേക്ക് ഉള്ളവരുണ്ട്. നിങ്ങൾ എന്ത് ചെയ്താലും അവർക്ക് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി. നമ്മുടെ രാജ്യത്തിന് തന്നെ നമ്മുടെ കൃഷിക്കാരെ മാത്രമല്ല നമ്മുടെ യൂറോപ്പിലാണ് കേരള ജനറേഷൻ സമിതി എവിടെ ഇപ്പോ സംസാരിച്ചാലും ഈ വിഷയത്തെ കുറിച്ച് വായുവും ഒക്കെ ഒരു ഇതിനായിട്ട് കേരള ജനറേഷൻ ഒറ്റയ്ക്കല്ല ഈ രംഗത്ത് സമാനമായ പരിപാടികൾ എല്ലാ ജില്ലകളിലും നമ്മൾ നടത്തിയിരിക്കുകയാണ്. ഈ കോഴിക്കോട് ജില്ലയിലും അങ്ങനെ പരിപാടികൾ പല സ്ഥലങ്ങളിലും നടത്തിയിട്ടുണ്ട്, ഇനിയും നടക്കും. അല്ലാത്തൊക്കെ നമ്മുടെ ജനപ്രതിനിധികളെ യോഗത്തിൽ സ്വാഗതം ആശംസിച്ചത് കേരള അധ്യക്ഷനായത് നമ്മുടെ കേരള ജൈവകർഷക സമിതി കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് എല്ലാവരും ഇന്ത്യ മുഴുവനും ഒരു പ്രചരണവും പരിപാടികളുമായി നടത്തുന്നതിനുള്ള അഭിമാനമാണെന്നാണ് അധ്യക്ഷന്റെ അനുമതിയോടുകൂടി ഈ യോഗം അവസാനിപ്പിച്ചതായി പറയുന്നു. നന്ദി. നമുക്ക് വിശപ്പെടുത്താനുള്ള കഞ്ഞിയും കൊഴുപ്പും തലമുറയിൽ നിങ്ങളതെടുത്ത് ഓ മുളപ്പിച്ചിട്ട് ഉണക്കുന്നല്ല ആ അന്നേരത്ത് ഉണക്കിയിട്ട് നോക്കെടുത്തുകൊണ്ട്
അതിമധുരമായ മധുരമുള്ള സാധനമായ ചേനപ്പായസം കൂടി വിതരണം ചെയ്യുന്നതാണ്. ഉച്ച 2 മണി മുതൽ പ്രസിഡിയം KP ഗോപാലൻ, TK ജയപ്രകാശ്, പ്രസിഡന്റ് ഒരേ ഭൂമി ഒരേ ജീവൻ, നമ്മിൽ എണ്ണ പലഹാരങ്ങൾ വിഷമാകരുത്. ശേഷം വിഷയം ഊർവര മണ്ണും കൃഷിയും ആരോഗ്യവും. അവതരണം ഖദീജ നർഗീസ് ടീച്ചർ, പ്രസിഡന്റ് ഒരേ ഭൂമി ഒരേ ജീവൻ, നമ്മിൽ P. നാൻസി. 2025 ഹരിതാമൃതം ഫെബ്രുവരി 10 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ആരോഗ്യവും. പ്രിയമുള്ളവരെ, ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ജൈവ കലവറയിൽ ഹരിതാമൃതം 2 കമ്പനികളുടെ ചൂഷണം. അധ്യക്ഷൻ KM അസ്ലം, കൺവീനർ ഖാൻ. ഈ പരിപാടിക്ക് നന്ദി പറയുന്നത് PK ഫെബ്രുവരി 10 തിങ്കളാഴ്ച 2 മണിക്ക് ഓപ്പൺ ഫോറം. ശേഷം വിഷയം ഊർവര മണ്ണും കൃഷിയും ആരോഗ്യവും. ആരോഗ്യ രംഗത്തെ കമ്പനികൾ ഈ പരിപാടിയിൽ സ്വാഗതം പറയുന്നത് ആരോഗ്യ പ്രസ്ഥാനം. വിശപ്പ് ജൈവ കലവറയിൽ ലഭിക്കുന്നതാണ്. ശേഷം ചേനപ്പായസം കൊണ്ടിരിക്കുകയാണ്. പ്രാഥമിക കാലതാമസമാണ് ഒരു കാരണം. എങ്ങനെ മാത്രം മാറ്റിയാൽ ഒരു ശുദ്ധഭക്ഷണ വിപ്ലവം തന്നെ ഇവിടെ സാധ്യമാണ്. ഇത്തിരി മണ്ണ് മാത്രമുള്ള കേരളത്തിൽ കോർപ്പറേറ്റുകൾക്ക് അവരെ പാലിക്ക് വളർത്തുന്ന നമ്മുടെ സമീപനം നേരിടേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ് നിങ്ങൾ പങ്കാളികളാണെന്ന്. ഇപ്പോൾ പല രീതിയിൽ ആശുപത്രിയിൽ പണം പരമാവധി പോയിട്ട് എല്ലാം ഇല്ലേ ചോദിക്കാതിരിക്കാൻ ഇപ്പോൾ ബാങ്കിലും നല്ല വാർദ്ധക്യതയുള്ള ആളുകൾ സുഖകാലമൊക്കെ ഒഴിവുകളിലായി ഇന്ന് ഐസിയിൽ കിടന്ന് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുക. സ്വാദിഷ്ടമായ ചേർപ്പായസം വാങ്ങി എത്തിച്ചു നോക്കണമെന്ന്
അതായത് എൻ്റെ ശബ്ദത്തിന് ചെറിയ പ്രശ്നമുണ്ട്. ഇവിടുത്തെ ഈ 10-15 ദിവസമായിട്ട് ഉറക്കലൊഴിഞ്ഞതിൻ്റെ പേരിൽ അതുകൊണ്ട് സൗണ്ട് ക്ലിയർ അല്ല. എന്നിരുന്നാലും അത് നിങ്ങൾക്ക് ഉപകരിക്കുമെങ്കിൽ ഞാൻ പറയാം. ഈ കൃഷി രീതി എന്താ വെച്ചാൽ ഈ നാടൻ പശുവിന് ഉപയോഗിച്ചുള്ള സീറോ ബഡ്ജറ്റ് കൃഷി രീതി എന്നതിന് പറയാം. ഗോമൂത്രം, ചാണകം, മറ്റ് ചേരുവകൾ ചേർത്ത് ജീവാമൃതം, ഖരജീവാമൃതം മുതലായ വസ്തുക്കൾ, അതായത് ചാണകത്തിൽ അധിഷ്ഠിതമായ വളങ്ങളാണ്. അതിൻ്റെ തത്വം എന്ന് വെച്ചാൽ ചാണകത്തിലുള്ള ജീവാണുക്കളെ വർദ്ധിപ്പിക്കുക. അതായത് ഓരോ 20 മിനിറ്റിലും ആ ജീവാണുക്കൾ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. അത് 1 ഗ്രാം നാടൻ പശുവിൻ്റെ ചാണകത്തിൽ 500 കോടി ജീവാണുക്കളുണ്ടാവും. ഈ ജീവാണുക്കളെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കൃഷി രീതി. മണ്ണിൽ വീഴുമ്പോൾ മണ്ണിൻ്റെ ഈ എസിഡിറ്റി ഇങ്ങനെ റെഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. എൻ്റെ മണ്ണിൻ്റെ pH 7 5.15 വർഷം മുമ്പ് ഞാൻ കൃഷി തുടങ്ങുമ്പോൾ 5.2 ആയിരുന്നു. ഇപ്പോഴത് 7 കറക്റ്റായി കഴിഞ്ഞ വർഷം മുതൽ എത്തി നിൽക്കുകയാണ്. വെള്ളത്തിൻ്റെ pH 7, ഞങ്ങളുടെ ബോഡി pH 7, അതിനുള്ള ഭക്ഷ്യവസ്തുക്കൾ കഴിക്കുന്നതാണ്. മറ്റേ എൻ്റെ ഏകദേശം ചേന കാച്ചിൽ, പിന്നെ ചേമ്പ്, മഞ്ഞൾ, ഇഞ്ചി തുടങ്ങിയ പച്ചക്കറി കിഴങ്ങ് വർഗ്ഗ കൃഷികളുണ്ട്. പിന്നെ വാഴ ഇങ്ങനെയുള്ള വേറെ കൃഷികളുണ്ട്. നെല്ലുണ്ട്. പിന്നെ 11 തരം പരമ്പരാഗത വിത്തുകൾ കൃഷി ചെയ്തിട്ട് നെല്ലാണ് ഞാനിവിടെ എൻ്റെ സ്റ്റാളിൽ വിൽപ്പനക്കായി വെച്ചിട്ടുള്ളത്. അത് പരിപൂർണമായിട്ടും 100% ജൈവമാണ്. കീടനാശിനി പ്രയോഗങ്ങളില്ല. ജൈവ കൃഷി അധിഷ്ഠിതമായിട്ടുള്ള കൃഷി മാത്രമേ ഉള്ള ഉൽപ്പന്നങ്ങൾ മാത്രമേ എൻ്റെ അടുത്തുള്ളൂ. ഇനി കാച്ചിൽ എന്താ വെച്ചാൽ ഞാൻ കാച്ചിൽ കൃഷി ചെയ്യുന്നുണ്ട്. അത് എൻ്റെ കൃഷി രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ചാക്കിൽ മണ്ണും ചാണകപ്പൊടിയും ചകിരിച്ചോറ്, പിന്നെ ഉമ്മി, ഈ 4 മിശ്രിതങ്ങൾ 1:1:1 എന്ന തോതിൽ 4 ഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത് 3/4 ഭാഗം 50 കിലോ ചാക്കിൽ ഫില്ല് ചെയ്തിട്ട് അതിൽ ആണ് ഞാൻ ഈ കാച്ചിൽ കൃഷി ചെയ്യുന്നത്. അതിങ്ങനെ ഈ ചാക്കിങ്ങനെ അടുക്കി വെച്ചിട്ട് മേൽഭാഗത്ത് പടർത്തി വിടുക. അങ്ങനെ വരുമ്പോൾ 100-150 ചാക്ക് ഒരു സ്ഥലത്ത് തന്നെ ഇങ്ങനെ അടുക്കി വെച്ചാൽ ഒരു 10 സെൻറ്റ് സ്ഥലത്ത് തന്നെ 100 കണക്കിന് കാച്ചിലുകൾ കൃഷി ചെയ്യാൻ പറ്റും. അത് 10 മുതൽ 20 കിലോ വരെ തൂക്കം ഉണ്ടാകും. പക്ഷേ ഈ കാച്ചിൽ ഞാനവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുള്ള കാച്ചിൽ കാലായി താനേ എൻ്റെ മണ്ണിൽ മുളച്ചതാണ്. അത് 2ാമത്തെ വർഷമാണ് ഇപ്പോൾ കിളച്ചിട്ടുള്ളത്. ഇതിലും വലിയ കാച്ചിലൊക്കെ മുമ്പേ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് ഇങ്ങനെ ഒറ്റയാനായി വരുന്ന കാച്ചിലിനായിരിക്കും ഏറ്റവും ഇങ്ങനെയുള്ള തൂക്കം കിട്ടുക. ഇത് 58 കിലോ വെയിറ്റ് ഉണ്ട്. ഇത് 2 വർഷം മുമ്പ് 70 കിലോ ഉള്ള വേറൊരു കാച്ചിൽ ഇതേപോലെ തന്നെയാണ് ഇത്രയും തൂക്കവും ആരോഗ്യം ഉണ്ടാകുന്നത്. മറ്റേത് സ്വാഭാവികമായ കൃഷി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ചാക്കിലാണ് കൃഷി. അതും 10 മുതൽ 20 കിലോ വരെ ഓരോ ചാക്കിന് തൂക്കം കിട്ടും. വിളവെടുക്കാൻ സൗകര്യമാണ്. പിന്നെ അതിലുള്ള ഈ മിശ്രിതങ്ങൾ തന്നെ വീണ്ടും അടുത്ത കൊല്ലം വീണ്ടും ഉപയോഗിക്കാം വളം ചേർത്തിട്ട്. ഇങ്ങനെ അതുകൊണ്ടെന്താ വെച്ചാൽ കൂടുതൽ ലാഭകരമായിരിക്കും കൃഷി. കാച്ചിലിന് ജൈവ കാച്ചിലിന് 100 രൂപ വില കിട്ടും. 20 കിലോ കിട്ടുമ്പോൾ എന്താ വെച്ചാൽ അത്രയും 2000 ഉറുപ്പികയൊക്കെ കിട്ടുന്ന കാച്ചിലുണ്ട്. പിന്നെ വേറൊന്ന് ഞാൻ വ്യാപകമായി കൃഷി ചെയ്യുന്നത് ചേനയാണ്. ചേന ശരാശരി ഈ കൃഷി രീതിയിൽ 10 കിലോ മുതൽ 60 കിലോ വരെയുള്ള ഈ 60 കിലോ റെയറായിട്ടേ ഉണ്ടാവും. ഒരു 1000 പേരുടെ ചേന കൃഷി ചെയ്യുമ്പോൾ 5-10 ഊട് മാത്രമേ ഈ കൂടുതൽ ഉയർന്ന വെയിറ്റിൽ കിട്ടും. പിന്നെ മറ്റൊന്ന്, ഞാൻ 14 പശുവിനെ വളർത്തുന്നുണ്ട്. ഈ പശുവിന് അധിഷ്ഠിതമായിട്ടുള്ളതാണ് എൻ്റെ എല്ലാ കൃഷി രീതികളും. ഈ മണ്ണിൻ്റെ ഈ അസിഡിറ്റി കുറച്ച് pH മൂല്യം 7ലേക്ക് ഉയർത്താൻ ഈ കൃഷി രീതി കൊണ്ട് മാത്രമേ സാധിക്കൂ. പരമ്പരാഗത ജൈവ കൃഷി ചെയ്താൽ പോലും ഈ മണ്ണിന് കൾച്ചർ ചെയ്യുന്ന സ്വഭാവം ഉണ്ടാവില്ല. ഈ സുഭാഷ് പാലേക്കർ ഈ സീറോ ബഡ്ജറ്റ് കൃഷി രീതിയിൽ മാത്രമേ ഈ തരത്തിലുള്ള മണ്ണ് ഓരോ വർഷവും കൃഷി ചെയ്യുമ്പോൾ മണ്ണിനെ ഇങ്ങനെ ശുദ്ധീകരിക്കപ്പെടും. അതിൻ്റെ ഈ കൃഷിക്ക് മാത്രമേ ഉണ്ടാകുന്നൊരു സംശയം. പിന്നെ രാസകൃഷി ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ മണ്ണിൻ്റെ എസിഡിറ്റി കൂടിക്കൂടി വരുന്നതാണ്. എൻ്റെ കൃഷിയിടങ്ങളൊക്കെ മുമ്പ് ജൈവ കൃഷിയായിരുന്നു. രാസകൃഷി ചെയ്തപ്പോഴാണ് ഈ 5.2ലേക്ക് റെഡ്യൂസ് ചെയ്തു പോയത്.
ഈ കൃഷിരീതിക്ക് പുറമെ പശുവിൻ്റെ ഗോമൂത്രം, ചാണകം, നെയ്യ്, തൈര്, പാല് എന്നീ 5 ഗവ്യങ്ങൾ ഉപയോഗിച്ചുള്ള വൃക്ഷായുർവേദ ഫോർമുല പ്രകാരമുള്ള പഞ്ചഗവ്യം ഉപയോഗിച്ചുള്ള കൃഷിരീതിയും ഞാനിതിൽ സ്വീകരിച്ചിട്ടുണ്ട്.